നമ്മുടെയൊക്കെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തില് ഒരു ബാലൻസ് കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? എന്നാൽ അതിനുള്ള ഉത്തരം ഒരുപക്ഷേ 2000 വർഷം പഴക്കമുള്ള ഒരു കേരളീയ നാടോടിക്കഥയിലുണ്ടെങ്കിലോ? വാ, നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. വെറുമൊരു പഴങ്കഥയല്ല, നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു പുതിയ കാഴ്ചപ്പാടാണ് നമ്മളിവിടെ തിരയാൻ പോകുന്നത്. ഈ കഥയുടെ വേരുകൾ കിടക്കുന്നത് കേരളത്തിലാണ്. അറിയാലോ, കേരളത്തിൽ ഐതിഹ്യങ്ങളും നാടോടിക്കഥകളും വെറും കെട്ടുകഥകളല്ല, അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. തലമുറകൾ കൈമാറി വന്ന ജീവിക്കുന്ന ഓർമ്മകളാണ്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, ഈ കഥകൾ വെറും നേരമ്പോക്കിനു വേണ്ടിയുള്ളതായിരുന്നില്ല. എല്ലാവർക്കും എഴുത്തും വായനയുമൊന്നും വശമില്ലാതിരുന്നൊരു കാലത്ത് സാധാരണക്കാരുടെ ശബ്ദമായിരുന്നു ഈ കഥകൾ. സമൂഹത്തിലെ അനീതികളെ ചോദ്യം ചെയ്യാനും തങ്ങളുടെ നിലപാടുകൾ അറിയിക്കാനും അവരുപയോഗിച്ചിരുന്ന ഒരു ശക്തമായ ടൂൾ. തെയ്യം തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ ദൈവമായി മാറുമ്പോൾ അവിടെ ജാതിയുടെ അതിർവരമ്പുകളൊക്കെ തൽക്കാലത്തേക്കെങ്കിലും അപ്രത്യക്ഷമാവുകയാണ്. അതുപോലെ ഒടിയൻ എന്ന മിത്ത് ഒരേ സമയം അടിച്ചമർത്തലിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമായി മാറി. അപ്പോ ഈ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നാണ് കേരളത്തിന്റെ ചിന്തകളെ തന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു ഐതിഹ്യത്തിലേക്ക് നമ്മളെത്തുന്നത്. പറയിപ്പറ്റ പന്തിരുകുലം വരരുചി എന്ന ബ്രാഹ്മണനും പറയ സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ജനിച്ച 12 മക്കൾ. അവരെ പല ജാതികളിൽപ്പെട്ടവരാണ് എടുത്തു വളർത്തുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ആ കാലഘട്ടത്തിൽ എത്ര പുരോഗമനപരമായ ഒരാശയമാണ് ഈ കഥ മുന്നോട്ട് വെച്ചത്. ജന്മമല്ല, കർമ്മമാണ് പ്രധാനം എന്നൊരു വലിയ സന്ദേശം ഇതിലുണ്ട്. ഈ ഐതിഹ്യത്തിലെ ആശയങ്ങൾ വെറും കഥയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എന്നതാണ് സത്യം. 19-ാം നൂറ്റാണ്ടിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന ഏത്താപ്പ് സമരം, മുക്കുത്തി സമരം, ഇതിലൊക്കെ ഈ ആശയങ്ങളുടെ പ്രതിധ്വനി നമുക്ക് കാണാൻ പറ്റും. ശരി, ഇനി നമുക്ക് പന്തിരുകുലത്തിലെ ഒരാളിലേക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ കേന്ദ്രബിന്ദുവായ പാക്കനാരിലേക്ക്. പാക്കനാര് ഒരു രാജാവോ വലിയ യോദ്ധാവോ ഒന്നും ആയിരുന്നില്ല. സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ കുട്ടനെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ അറിവും ജ്ഞാനവും വളരെ ആഴത്തിലുള്ളതായിരുന്നു. ലളിതമായ ജീവിതത്തിൽ നിന്നാണ് ഏറ്റവും വലിയ തത്വചിന്തകൾ ഉണ്ടാകുന്നതെന്നതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ആശയത്തിലേക്ക് എത്തുകയാണ്. പാക്കനാടുടെ വളരെ പ്രായോഗികമായ അതേസമയം ആഴത്തിലുള്ള ആ ജീവിത തത്വശാസ്ത്രം. പാക്കനാർ ദിവസവും 4 കുട്ടകൾ നെയ്യുമായിരുന്നു. ആ 4 കുട്ടകളിലായി അദ്ദേഹം തന്റെ വരുമാനത്തെയും ജീവിതത്തെയും കൃത്യമായി വിഭജിച്ചു. ഒന്നാമത്തെ കുട്ട കടം വീട്ടാനാണ്, അതായത് തന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി. രണ്ടാമത്തേത് കടം കൊടുക്കാൻ, അതായത് ഭാവിയുടെ നിക്ഷേപമായ മക്കൾക്ക് വേണ്ടി. മൂന്നാമത്തെ കുട്ട തനിക്കും തന്റെ പങ്കാളിക്കും വേണ്ടി, വർത്തമാനകാലത്തിൽ ജീവിക്കാൻ. ഇനി നാലാമത്തേതോ, അത് യാതൊന്നും പ്രതീക്ഷിക്കാതെ ദാനം ചെയ്യാൻ. ഐതിഹ്യമാലയിൽ പറയുന്നതുപോലെ വളരെ ലളിതമായ വാക്കുകളിലാണ് ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥയുടെ താക്കോൽ പാക്കനാരർ നമുക്ക് മുന്നിൽ വെക്കുന്നത്. ശരി, കഥയെല്ലാം കൊള്ളാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആശയം നമ്മുടെ ഇന്നത്തെ ഈ തിരക്കു പിടിച്ച ഡിജിറ്റൽ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം? നമുക്ക് നോക്കാം. പാക്കനാരുടെ ഈ ആശയത്തെ നമുക്ക് ഇന്നത്തെ കാലത്തേക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ആദ്യത്തെ കുട്ട, അതായത് കടം വീട്ടൽ, നമ്മുടെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോ അവരുടെ ആരോഗ്യത്തിനോ വേണ്ടി നീക്കിവെക്കുന്നതിന് തുല്യമാണ്. രണ്ടാമത്തെ കുട്ട, കടം കൊടുക്കൽ, അത് മക്കളുടെ വിദ്യാഭ്യാസത്തിനായുള്ള നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന നല്ല മാർഗനിർദ്ദേശങ്ങളോ ആകാം. മൂന്നാമത്തേത് നമ്മുടെ സ്വന്തം വർത്തമാനകാലമാണ്, അതായത് നമ്മുടെ ചെലവുകൾ, സന്തോഷങ്ങൾ, നമ്മുടെ റിട്ടയർമെന്റ് പ്ലാനിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവസാനത്തെ കുട്ട, ധർമ്മം, അത് സമൂഹത്തിന് തിരികെ നൽകലാണ്. ഒരു ചെറിയ സംഭാവനയാകാം, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സമയമാകാം. അപ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ഇതൊരു ഫിനാൻഷ്യൽ പ്ലാൻ മാത്രമല്ല, അതിനേക്കാൾ വളരെ വലുതാണ്. നമ്മുടെ പണം, സമയം, ഊർജം, ഇങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളെയും എങ്ങനെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാം എന്നതിനുള്ള ഒരു ജീവിതരേഖയാണ്. വെറും 4 എന്ന ഈ ലളിതമായ സംഖ്യ ഭൂതകാലത്തോടുള്ള നമ്മുടെ കടമ, ഭാവിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം, വർത്തമാനകാലത്തിലെ നമ്മുടെ ആവശ്യങ്ങൾ, പിന്നെ സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത, ഇവ 4നെയും സന്തുലിതമാക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്. കേരളത്തിലെ ഒരു നാടോടിക്കഥയിൽ നിന്ന് തുടങ്ങി ഒരു ലളിതമായ ജീവിത തത്വചിന്തയുടെ പ്രായോഗികത വരെ നമ്മളിപ്പോൾ എത്തിനിൽക്കുന്നു. അവസാനം നമുക്ക് കിട്ടുന്ന പാഠം ഇതാണ്: അർത്ഥപൂർണമായ ജീവിതം എന്നാൽ സന്തുലിതമായ ജീവിതം. പാക്കനാർ തന്റെ ജീവിതം ആ 4 കുട്ടകളിലായി ബാലൻസ് ചെയ്തു. ഇനി നിങ്ങളുടെ ഊഴമാണ് ചിന്തിക്കാൻ.
നിങ്ങളുടെ ജീവിതത്തിലെ ഈ 4 കുട്ടകളിൽ എന്തെല്ലാമാണ് നിങ്ങൾ നിറയ്ക്കുന്നത്?